ഇതിപ്പോ ഒരുപാട് ഇന്ന് അടുത്തു പോയതുപോലെ ആ പെണ്ണിന് ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇപ്പോഴും തുള്ളി കളിച്ച് നടപ്പാണ്. കല്യാണത്തിന് ഡേറ്റ് കുറച്ച് ഇറങ്ങുമ്പോൾ നേരത്തൊരു വേവലാതിയുടെ രാധിക പറഞ്ഞു. 3 വർഷത്തോളം ആയില്ലേ രാധികെ നമ്മളെ വിവാഹം പറഞ്ഞു വെച്ചിട്ട്. ഇവനൊരു ജോലിയാവാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇനിയും എന്തിനാ വെച്ച് നീട്ടുന്നത്? എനിക്കറിയാം എന്റെ കുഞ്ഞിന് എത്ര പ്രായമുണ്ടെന്ന്. ഞാൻ മോളെ പൊന്നുപോലെ നോക്കിക്കണം. നീ നിവിമോളെ നോക്കുന്ന പോലെ. രാധികയുടെ മുഖത്തെ വിഷമം കണ്ട് അവിടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ചിത്ര പറഞ്ഞു. അങ്ങനെയല്ല ചിത്രേ, അഞ്ജുന് ഒരു ഭാര്യയെ ജീവിക്കാനൊക്കെയുള്ള പക്വത ഉണ്ടോന്നൊക്കെ ചിന്തിക്കുമ്പോ നെഞ്ചൊക്കെ പിടയുന്നു. രാധിക വേവലാതിയോടെ പറഞ്ഞു. എന്റെ രാധികെ, നീ ഒട്ടും വിഷമിക്കല്ലേ. നീ അഞ്ജുമോളെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. അവളെന്റെ മരുമകളല്ല, മകളാണ്. അങ്ങനെ ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആകും. രാധികയുടെ സങ്കടം കാണി പറഞ്ഞിട്ട് ചിത്ര അവരെ ചേർത്ത് പിടിച്ചു. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ചിത്രാന്റിയുടെയും സച്ചിയുടെയും അത് അഞ്ജുനൊരു വിഷമം ഉണ്ടാവില്ല. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് അഭി പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ അവളെ പൊന്നുപോലെ നോക്കണം, എങ്കിലും പേടിയാണ് എനിക്ക്. എല്ലാ പക്വതയും ഉണ്ടായിട്ടും എന്റെ ആര്യ അവളെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ജീവിച്ച ജീവിതം ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് എനിക്ക്. നെഞ്ചിൽ നിറിയ നോവോടെ അവർ പറയുന്നത് കേൾക്കെ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വേദനയോടെ നിന്നുപോയി അഭി. ആ പ്രവീണിനെ പോലെയാണോ എല്ലാവരും? അങ്ങനെ ഓർത്ത് മനസ്സ് നോവിക്കല്ലേ. അഞ്ജു എന്റെ കൂടെ മോളാണ് രാധികെ. അവളെ ഞാനോ എന്റെ മോനോ അറിഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കില്ല. രാധികയുടെ അമ്മ മനസ്സിന്റെ ആശങ്ക അറിഞ്ഞ പോലെ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞ ചിത്ര നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് നേരത്തെ ചിരിയോടെ തലയാട്ടിയതേയുള്ളൂ രാധിക. ഒരുപാട് ആഡംബരമൊന്നും വേണ്ട കേട്ടോ രാധികെ. നമ്മുടെ ഭഗവതിയുടെ അമ്പലത്തിൽ വെച്ചൊരു താലി കേട്ട് പങ്കെടുക്കുന്നവർക്ക് ഊട്ടുപുരയിൽ വെച്ചൊരു സദ്യ, അത് മതി എന്നാണ് എനിക്ക്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വിപുലമായി നടത്തണമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ എന്തിനും ഏതിനും അഭി തന്നെ വേണ്ടേ ഓടാൻ. അതുകൊണ്ടുകൂടെ പറഞ്ഞതാണ് ഞാൻ. ആകെ ഇനി ഒരു മാസമല്ലേ ഉള്ളൂ. എല്ലാം നോക്കണ്ടേ നമ്മള്? വീട്ടിലേക്ക് വന്ന ശേഷം മഞ്ജുവിനെ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ടാണ് ചിത്ര പറഞ്ഞത്. രാധിക തെല്ലൊരു ആശ്വാസത്തോടെ അഭിയെ നോക്കി. അത്യാവശ്യം മഞ്ജുവിന് അണിയാനുള്ള സ്വർണമൊക്കെ പൊട്ടും പൊടിയും കൂട്ടി വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ കല്യാണം നടത്തണമെന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിലും കടമായാൽ പോലും അഭിത് ചെയ്യണമെന്ന് രാധികയ്ക്ക് അറിയാം. പണ്ട് ആര്യയുടെ കല്യാണശേഷം ഉണ്ടായ കടം വിടാൻ അഭി കഷ്ടപ്പെട്ടതൊക്കെ കണ്ടു നിന്നത് ആ അമ്മയാണല്ലോ. ഇവിടെ ഇത് വേണ്ടി വരില്ല എന്നൊരു ആശ്വാസം ചെറുതായിരുന്നില്ല രാധികയ്ക്ക്. അതിപ്പോ ചെലവ് കോർത്ത് കല്യാണം ലളിതമായി നടത്താനൊന്നും നിൽക്കണ്ട. അത്യാവശ്യം നല്ലൊരു ഹാൾ ഒക്കെ ബുക്ക് ചെയ്ത് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് നമുക്ക് കല്യാണം നടത്താം. വേദുട്ടി വളർന്നിട്ടല്ലേ നമ്മുടെ വീട്ടിൽ ഇനി ഒരു കല്യാണം ഉണ്ടാക്കൂ. അപ്പോ ഇത് നമുക്ക് അടിച്ചു പൊളിക്കാം. അബി എല്ലാരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, വിളിച്ചോണ്ട് അഞ്ചു എഴുന്നേറ്റ് വന്ന് കസാറിലിരുന്ന അബിയുടെ കാൽച്ചൂട്ടിൽ നിലത്തിരുന്നു. എന്താടി, എന്തിനാ ഇപ്പം നിലത്തിരിക്കുന്നേ? എഴുന്നേറ്റ് കസാറിലിരുന്നേ. അവളെ ആ വിളിയും ഇരിപ്പും കാണേ എന്തുകൊണ്ടും അബിക്ക് വിഷമം തോന്നി. എനിക്ക് എനിക്ക് വേണ്ടി 1 രൂപ പോലും ഏട്ടൻ കടം വാങ്ങരുത്. അമ്മായി പറഞ്ഞ പോലെ മതി ഞങ്ങളുടെ കല്യാണം. അത് എന്നോ ഞാൻ തീരുമാനിച്ചു വെച്ചതാണ്. കല്യാണം എങ്ങനെ നടന്നു എന്നതിലല്ലോ കാര്യം, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ നോക്കേണ്ടത്. അബിയുടെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നനപൂർന്ന മെഴുകളോടെ അഞ്ജു പറഞ്ഞു. അഞ്ജു മോളെ, കരയുവാനോടി? ഏട്ടന് വലിയ കടമൊന്നും ആവില്ല. നിന്റെ വിവാഹം നല്ല രീതിയിൽ നടത്താനുള്ളതൊക്കെ ഏട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടന്റെ സ്വപ്നമല്ലടി നിങ്ങളുടെ വിവാഹം. പിന്നെ അതിനുവേണ്ടി ഇനിയിപ്പോ ഇത്തിരി കടമൊക്കെ വന്നാലും എനിക്കത് വീട്ടാൻ പറ്റും. അവൾക്കടുത്ത് നിലത്തിറങ്ങിയിരുന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭി പറഞ്ഞു. വേണ്ട, ഒന്നും വേണ്ട ഏട്ടാ. ഏട്ടന്റെ കല്യാണം നടത്തിയതുപോലെ ലളിതമായി മതി ഞങ്ങളുടെ കല്യാണവും. അല്ല സച്ചിയേട്ടാ? കണ്ണൊക്കെ തുടച്ച് മുഖമുയർത്തി സച്ചിയെ നോക്കി പെണ്ണ്. മതി, എനിക്കതേ താല്പര്യവുമാണ്. അവളുടെ മനസ്സിന്റെ നന്മ കാണാൻ നിറഞ്ഞ മനസ്സോടെ സച്ചിയും പറഞ്ഞു. അതോടെ കല്യാണം ലളിതമായി മതിയെന്ന് തീരുമാനം ഉറപ്പിച്ചു. എന്നിട്ടാണ് സച്ചിയും അമ്മയും യാത്ര പറഞ്ഞിറങ്ങിയത്. നീ എന്തിനാ എന്നെ കാണാൻ വന്നത്? എനിക്ക് നിങ്ങൾ ആരുമായും ഒരു ബന്ധവും തുടരാൻ താല്പര്യമില്ല. വിവേക്, അത് നിനക്കും അറിയാം. അതുകൊണ്ടാണ് നീ കാണണമെന്ന് പറഞ്ഞപ്പോക്കെ ഞാൻ വരാതിരുന്നത്. വിവേക് കാണാൻ വന്നതറിഞ്ഞിട്ട് ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും നിരഞ്ജനെ കണ്ടിട്ടേ പോകുന്ന വിവേകിന്റെ വാശി കാണും ഷോപ്പിന് പുറത്തേക്ക് ഇറങ്ങി വന്നതും നിരഞ്ജൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാം അളിയന് എന്നെ കാണാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ലെന്ന്. പക്ഷേ ഒന്ന് കണ്ട് യാത്ര പറയണം എന്നെനിക്ക് തോന്നി. കുനിഞ്ഞുപോയ മുഖത്തോടെ വിവേക് പറഞ്ഞു. അളിയനോ? അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നോ? നിന്റെ പെങ്ങൾ എനിക്കൊപ്പം ജീവിച്ചിരുന്നപ്പോൾ പോലും നിന്നെ അളിയനായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ ആ മോളെ എന്റെ ജീവിതത്തിൽ നിന്നും വലിച്ചു പുറത്തേക്ക് കളഞ്ഞ ശേഷം, അതും അവൾ ചത്തു തുളഞ്ഞതിന് ശേഷം, നിന്നെ അളിയെന്ന് വിളിക്കുന്നതിന്റെ ചേതോവികാരം എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ പറയാനുള്ളിൽ തിളച്ചു മറിഞ്ഞെങ്കിലും ഒച്ച ഉയർത്താതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ശരിയാണ്, ലച്ചുവിനെ തട്ടിയെടുത്തതെന്നോർത്താണ്
നിങ്ങളോട് എനിക്ക് ദേഷ്യം തോന്നിയത്. അവളെ സ്നേഹവും കരുതലുമൊക്കെ നിങ്ങൾക്കും നിങ്ങളെ അനിയത്തിക്ക് മാത്രമായി കിട്ടുന്നു എന്നൊക്കെ ഓർത്തപ്പോൾ എനിക്കും ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ അതൊക്കെ അവൾ അഭിനയമായിരുന്നെന്ന് മനസ്സിലായപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ തളർന്നു പോയൊരാളാണ് ഞാനും. നിറഞ്ഞ കണ്ണുകൾ ചിമ്മി അടച്ച് കണ്ണുനീര് തെറിപ്പിച്ച് കളഞ്ഞിട്ടാണ് വിവേക് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നിന്റെ അമ്മയും പെങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടിയതിനൊപ്പം നീ അബിയുടെ വീട്ടിൽ വന്ന് നിന്ന് ചിലച്ചതുൾപ്പെടെ മറവിക്ക് വിട്ടുകൊടുക്കാനാണ് ഇപ്പൊ എനിക്കിഷ്ടം. പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി ഒന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. നീ വരില്ല. ഇന്നിവിടം പോയാൽ പിന്നീട് ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. ദീപുവിന്റെ അമ്മയുടെ നാടായ വടശ്ശേരിയിലേക്ക് പോവാണ് ഞങ്ങൾ. ഞങ്ങളെ കുഞ്ഞു പിറക്കുമ്പോൾ ഈ പഴങ്കഥകളൊന്നും കേട്ട് വളരണ്ട എന്നുള്ള സ്വാർത്ഥത കൂടെയുണ്ട് ഈ പോക്കിൽ. പോകും മുൻപ് അളിയിലൊന്ന് കാണണമെന്ന് തോന്നി. പിന്നെ നിവി അന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാത്തിനും മാപ്പ് പറയാൻ മാത്രമേ ഇനി എനിക്ക് പറ്റുള്ളൂ. ക്ഷമിക്കണം എന്നോട്. വിവേക് വേദനയോടെ പറഞ്ഞു. ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതൊക്കെ നിനക്ക് പഴങ്കഥകളാണ് അല്ലെ വിവേകെ? പൊയ്ക്കോ, എവിടെയാലും പൊയ്ക്കോ. ദേഷ്യം നിറഞ്ഞു പൊന്തിയെങ്കിലും കടിച്ചു പിടിച്ചിടം നിരഞ്ജൻ പറഞ്ഞു. അങ്ങനെയല്ല അളിയ, നിങ്ങളോട് ചെയ്തതിനൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ലച്ചു പോയത്. അവൾ ജീവിച്ചിരുന്നാൽ നിങ്ങളെ പിന്നാലെ വരുമെന്ന് അച്ഛന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ കാര്യത്തിൽ പറഞ്ഞ് നാളെ എന്റെ കുഞ്ഞിനെ ആരും വെറുപ്പോടെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാത്തിനും ആളെ മാപ്പാക്കണം. നിറഞ്ഞ കണ്ണുകളുടെ കൈക്കുപ്പി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നടന്നു വിവേക്. ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്നിട്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ വെട്ടിത്തിരിഞ്ഞ് ഷോപ്പിനുള്ളിലേക്ക് കയറി നിരഞ്ജൻ. നീ ഇതെന്താ നിവി ഈ വേരികിനെ പോലെ നടക്കുന്നേ? രാത്രി മുറിയിൽ വന്നിട്ടും കിടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് അഭി തിരക്കി. അതൊന്നുമല്ല. എന്തോ ഒരു പരിഭ്രമത്തോടെ നിവി പറഞ്ഞു. നിവി ഇവിടെ വാ. അവളുടെ മുഖത്തെ പരിഭ്രമം കാണി അഭി അവളെ അടുത്തേക്ക് വിളിച്ചു. എന്താ എന്താ ചിത്തുവേട്ടാ? മെല്ലെ വന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവൾ തിരക്കി. സമയം എത്രയായി? അവളെ ഉറ്റി നോക്കിക്കൊണ്ട് അഭി തിരക്കി. അത് ഞാൻ നോക്കിയില്ല. അഭയ്ക്ക് ദേഷ്യം വന്ന് തോന്നിയതോടെ പതിഞ്ഞ ശബ്ദത്തിൽ കുറിഞ്ഞ മുഖത്തോടെ നിവി പറഞ്ഞു. ദാ നോക്ക്, 11 കഴിഞ്ഞു. നീ കുറച്ചേറെ നേരമായി ഇവിടെ ഈ തേരാപ്പാര നടപ്പ് തുടങ്ങിയിട്ട്. നിന്റെ മനസ്സിൽ കയറിക്കൊടുത് എന്താണെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അവളുടെ മുഖം പിടിച്ചുയർത്തി ഫോൺ നീട്ടി കാണിച്ചുകൊണ്ട് അഭി പറഞ്ഞു. എനിക്കൊരു കാര്യം ആലോചിച്ച് ഭ്രാന്താവുന്നുണ്ട് ജിത്തുവേട്ടാ. പക്ഷെ ആരോടെങ്കിലും പറയാനും പേടിയുണ്ട്. അവനെ നോക്കിയിരുന്നോണ്ട് അവൾ അറിയാതെ പറഞ്ഞു പോയി. എന്താലോചിച്ചു? അവൾ പറഞ്ഞു കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അതെന്തെന്നറിയാനുള്ള ആകാംക്ഷയിൽ അഭി തിരക്കി. അവന്റെ ആ ചോദ്യത്തിലാണ് എന്താണ് പറഞ്ഞതെന്ന് നിവിക്ക് ബോധം വന്നത്. പെണ്ണ് വാ പൊത്തിപ്പോയി. അവളുടെ വായും പൊത്തിപ്പിടിച്ച് പതറിയുള്ള ഇരിപ്പ് കാണി അഭി കണ്ണു കുറിപ്പിച്ചു നോക്കി പെണ്ണിനെ. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നു ജീത്തുവേട്ടാ. കള്ളത്തരം നിറഞ്ഞൊരു ചിരിയോടെ കണ്ണ് ചിമ്മി അവനോട് പറഞ്ഞിട്ട് ബെഡിലേക്ക് ചാഞ്ഞു കിടന്ന് പുതപ്പ് വലിച്ച് തലയിലൂടെ മൂടിക്കളഞ്ഞു നിവി. ഇതുവരെ നിനക്ക് ഉറക്കം വന്നില്ലല്ലോ. ഇനിയിപ്പോ നീ ചിന്തിച്ചുകൂട്ടിയ കാര്യം പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. കണ്ണൊട്ടി പിടിച്ചു പറഞ്ഞിട്ട് അവൾ പൊതിച്ചിരുന്ന പുതപ്പ് വലിച്ചെടുത്തു അഭി. അതൊക്കെ ഇനി നാളെ പറയും ചിത്തുവേട്ടാ. ഇപ്പൊ ഞാൻ ഉറങ്ങിക്കോട്ടെ. അവന്റെ ശ്രദ്ധ തിരിക്കാൻ എന്നോണം അവനെ ചുറ്റിപ്പിടിച്ചു പറഞ്ഞിട്ട് കണ്ണുകൾ മുറുക്കി അടിച്ചു നിവി അല്പം കടുപ്പത്തിൽ വിളിച്ചു അഭി. എന്താ? അവന്റെ ശബ്ദം മാറിയതും മെല്ലെ കണ്ണുകൾ തുറന്ന് നേർത്തൊരു വിറയിലൂടെ വിളി കേട്ടു പെണ്ണ്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നീ തന്നെയല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് ആലോചിച്ച് നിനക്ക് ഭ്രാന്താവുന്നുള്ളത്? ആ ആലോചിച്ച കുട്ടി കാര്യം പറഞ്ഞിട്ട് നീ ഉറങ്ങിയാ മതി. ദേഷ്യം കൊണ്ട് ചുവന്നുപോയ മുഖത്തോടെ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കൈയും കെട്ടി ഹെഡ് ഡ്രസ്സിൽ ചാരിയിരുന്നു അഭി. ഞാനത് പറഞ്ഞ എന്നെ വഴക്ക് പറയോ ചിത്തുവേട്ടൻ? മെല്ലി എഴുന്നേറ്റ് അവന് മുന്നിലായി ചമ്മരം പടഞ്ഞിരുന്നുണ്ട് ചുളിഞ്ഞ മുഖത്തോടെ നിവി തിരക്കി. വഴക്ക് പറയേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായും വഴക്ക് പറയും. ഒട്ടും തന്നെ അയ്യാത്ത ഭാവത്തിൽ അതുപോലെ തന്നെ ഇരുന്നുണ്ട് അഭിയും പറഞ്ഞു. അവന്റെ ചുവന്ന മുഖവും ദേഷ്യം പിടിച്ചുള്ള വർത്തമാനവും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതോടെ നിവിക്ക് പേടി തോന്നി. മുൻപ് എപ്പോഴും അഞ്ജു പറയുന്ന ആ ദേഷ്യക്കാരനെ മുന്നിൽ കാണുകയായിരുന്നു നിവി. ഞാൻ പറയാം. പക്ഷെ ജിത്തുവേട്ടനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്, തല്ലുകയും ചെയ്യരുത്. പേടിയോടെ തന്നെ നിവി പറഞ്ഞു. അപ്പോ എന്റെ തല്ലു കൊള്ളുത്തരാണ്. അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അഭി തിരക്കി. അതൊന്നുമല്ല, നല്ല കാര്യമാണ്. ഞാൻ പറയുമ്പോൾ ജിത്തുവേട്ടൻ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. നിവി അവന്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ വേഗം കാര്യം പറഞ്ഞോ. അത് കേട്ടിട്ട് വേണം എനിക്ക് നിന്നെ തല്ലണോ വഴക്ക് പറയണോ എന്നൊക്കെ ആലോചിക്കാൻ. പെണ്ണിന്റെ ആ ഇരിപ്പും മുഖത്തെ അയ്യോ പാവം എന്ന പോലെയുള്ള ഭാവമൊക്കെ കാണി ചിരി പൊട്ടിയെങ്കിലും അത് ഒളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. തല്ലിയാ ഞാൻ എന്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. നിമി നേരം കൊണ്ട് ചോട്ടിയുടെ മറുപടി എത്തി. അപ്പൊ ഞാൻ തല്ലിയാൽ ഏട്ടന്റെ കുഞ്ഞ് ഏട്ടനോട് പറഞ്ഞു കൊടുക്കും അല്ലേ? അഭി പെണ്ണെ കണ്ണൊട്ടി പേടിപ്പിച്ചോണ്ട് തിരക്കി. ഏട്ടനോട് പറയും, ഉറപ്പായും പറയും. ദേഹം നൊന്താ എനിക്ക് ദേഷ്യവും വരും.
കുഞ്ഞി പിള്ളേർ വലിയ കാര്യം പറയും പോലെ ഇരുന്ന് പെണ്ണും പറയുന്ന കേൾക്കെ അവളെ ഒന്നാക്കിങ്ങ് വിഴുങ്ങിക്കളയാൻ തോന്നുന്നുണ്ടായിരുന്നു അവനും. അത്രയേറെ മോഹം ആ പെണ്ണിനോട് അവനുണ്ടായിരുന്നു. അവനെ ആകെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു മോഹം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വേഗം കാര്യം പറഞ്ഞോ. ഉള്ളിൽ കുതിച്ചു ചാടിയ മോഹം അടക്കി പിടിച്ചവൻ പറഞ്ഞു. അതിലെ ജിത്തുവേട്ടാ. അവന്റെ മുന്നിലേക്ക് ആഞ്ഞിരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി. നീട്ടി പരത്താതെ വേഗം പറയേട്ടന്റെ കുഞ്ഞി. എന്തൊക്കെയോ പറയാൻ വെമ്പി നിന്നവളോട് കുസൃതി ചിരിയോടെ പറഞ്ഞു അബി. ഓ, പറയാനുള്ള ആ ഫ്ലോ അങ്ങ് കളയാതെ ജിത്തുട്ടാ. മനുഷ്യന് പറയാനും സമ്മതിക്കില്ല. പെണ്ണ് അവനെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല, നീ പറഞ്ഞോ. അവള് പറയാൻ മടിച്ചാലെ എന്നോർത്ത് അബി ധൃതിയിൽ പറഞ്ഞു. ജിത്തുട്ടാ, നമുക്ക് അഞ്ജുവിന്റെ കല്യാണത്തിന്റെ ഒപ്പം ആര്യ ചേച്ചിയുടെ കൂടെ കെട്ടിച്ചാലോ? അതാണ് നീ ആലോചിച്ചു കൂട്ടിയത്? രണ്ട് കവളും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് കണ്ണുകൾ അടിച്ചിരുന്നുകൊണ്ടാണ് നിവി പറഞ്ഞത്. നിവി, അവൾ പറഞ്ഞു കേട്ട് ദേഷ്യത്തോടെ ഒച്ച ഉയർത്തി അബി. ഒച്ച വെക്കല്ലേ, ഞാൻ പറയട്ടെ. സ്വന്തം കവളിലിരുന്ന് കൈയെടുത്ത് അവന്റെ വാ പൊത്തി പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. എനിക്ക് ആര്യ ചേച്ചിയെ എന്റെ ഏട്ടത്തിയായിട്ട് വേണം ജിത്തുവേട്ട, എന്റെ ഏട്ടന്റെ പെണ്ണായിട്ട്. പറഞ്ഞിട്ട് അവൻ തല്ലിയല്ലോ എന്ന് ഭയന്ന് അവന്റെ വായിൽ നിന്ന് കൈ മാറ്റി വേഗം പിന്നിലേക്ക് നീങ്ങിയിരുന്നു നിവി. അതൊന്നും ശരിയാവില്ല നിവി, നീ അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചു കൂട്ടണ്ട. പ്രകടമായ താല്പര്യമില്ലായ്മയുടെ അബി പറഞ്ഞു. അതെന്താ ശരിയാവാത്തത്? എന്റെ ഏട്ടൻ നല്ലതല്ലേ, പാവാണ്, സുന്ദരനാണ്, പിന്നെ വേദുമോളെയും ചേച്ചിയും പൊന്നുപോലെ നോക്കും. അവൻ വേണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടമാവാതെ നിവി പറഞ്ഞു. അത് വേണ്ട നിവി, അവൻ വീണ്ടും പറഞ്ഞു. ജിത്ത് വേണ് എന്റെ ഏട്ടന് ഇഷ്ടമല്ല അല്ലേ? നിറഞ്ഞു പോയ കണ്ണുകളോടെ നിവി തിരക്കി. ഇവിടെ എന്റെയോ നിന്റെ ഇഷ്ടമാണോ നിവി നോക്കേണ്ടത്? ആരെയോ നിന്റെ ഏട്ടനോ സമ്മതിക്കോ? അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് കാണാൻ ദേഷ്യത്തിലാണ് അഭി ചോദിച്ചത്. ഞാൻ പറഞ്ഞ എന്റെ ഏട്ടൻ സമ്മതിക്കും, നിവി ഉറപ്പോടെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട കാര്യമാണോ ഇത്? ആളിന് സ്വയം തോന്നണം, അതുപോലെ ആയിരിക്കും. അവരെ രണ്ടാളെയും സമ്മതിപ്പിച്ചാൽ തന്നെ വേദു അവൾക്ക് അച്ഛന്റെ സ്ഥാനത്ത് ആളിനെ കാണാൻ പറ്റോ? നിവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അബി. വേദുവിന് എന്റെ ഏട്ടനെ ഇഷ്ടമാണല്ലോ. ഇപ്പോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഏട്ടനാണ്. അവൾ പറഞ്ഞാൽ ചേച്ചി സമ്മതിക്കും, ഞാൻ പറഞ്ഞ ഏട്ടനും. അവളുടെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷവും എന്റെ ഏട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാകും, ഒപ്പം ചേച്ചിക്കും. ഇത്തിരി പേടിയുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ നിവി പറഞ്ഞു. എനിക്കറിയില്ല നിവി, ഈ കാര്യത്തിൽ ഒരു ചെറുവിരൽ തുമ്പ് പോലും ഞാൻ ചലിപ്പിക്കില്ല. പറഞ്ഞിട്ട് അബി എഴുന്നേറ്റ് അവളെ ശ്രദ്ധിക്കാതെ ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവന്റെ ഒഴിഞ്ഞു മാറ്റത്തിന്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. രാവിലെ ഉണർന്ന് ഉമ്മർത്ത് വന്ന് പേപ്പറും എടുത്ത് ആ പടിക്കെട്ടിൽ ഇരിക്കുമ്പോൾ എന്തോ പതിവ് ഉന്മേഷം മനസ്സിനും ശരീരത്തിനും ഇല്ലെന്ന് നിറഞ്ഞു തോന്നി. മോൻ എഴുന്നേറ്റോ, അമ്മ ഇപ്പൊ ചായ എടുത്ത് തരാം കേട്ടോ. നീ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. മുറ്റം തൂക്കാൻ നായി ഇറങ്ങിയിട്ട് വന്ന ശാരദമ്മ ഉമ്മർപ്പടിയിൽ ഇരിക്കുന്നവനെ കണ്ട് ചൂലൊതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. പതിയെ മതിയമ്മ, ഞാനിപ്പോ എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ. എന്തോ ആകെ ഒരു വിഷമം, ശരീരത്തിനൊക്കെ ഉന്മേഷമില്ലാത്ത പോലെ. തെളിച്ചമില്ലാത്ത മുഖത്തോടെ നിരഞ്ജൻ പറഞ്ഞു. എന്താ മോനെ പറ്റിയത്? വയ്യായികയുടെ ലക്ഷണം വല്ലതുമാണോ കുഞ്ഞെ? നിരഞ്ജന്റെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കിയ ആകുലത്തോടെ അവർ തിരക്കി. വയ്യായികയായിട്ടൊന്നും തോന്നുന്നില്ലമ്മ. അവിടെ ആ സ്നേഹത്തിലും കരുതലിലും മനസ്സ് കുളിർന്നുകൊണ്ട് പറഞ്ഞു നിരഞ്ജൻ. എന്നാൽ ഞാൻ പോയൊരു ചായ എടുത്തുകൊണ്ട് വരാം, അതും കുടിച്ച് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഈ ക്ഷീണവും വിഷമവും ഒക്കെ മാറും. നിരഞ്ജനോട് പറഞ്ഞിട്ട് തിരിഞ്ഞവർ കണ്ടത് ഗേറ്റ് തുറന്ന് കാറ്റുപോലെ പാഞ്ഞു വന്ന നിവിയായിരുന്നു. അവൾ വിയർത്ത മുഖത്തോടെ രണ്ടാളെയും നോക്കിയിട്ട് മുഖം വെട്ടിച്ചുകൊണ്ട് നിരഞ്ജന്റെ മുറിയിലേക്ക് കയറിപ്പോയി. മോളെന്താ മോനെ ഈ നേരത്ത് ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്നത്? വന്നിട്ടൊന്നും മിണ്ടിയതും ഇല്ലല്ലോ. അവിടെ എന്തേലും വഴക്കുണ്ടായി ആവും. മോനൊന്ന് വാ, നമുക്ക് കുഞ്ഞിനെ നോക്കാം. വേവലാതിയുടെ ശാരദമ്മ നിരഞ്ജനോട് പറഞ്ഞു. അമ്മയ്ക്ക് അവളെ അറിയാഞ്ഞിട്ടാണ്. പിണക്കോ സങ്കടമോ ആണെങ്കിലേ അവൾ എന്റെ മുറിയിൽ വന്ന് കിടക്കും. അതിന്നല്ല, പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോ മുതൽ അങ്ങനെയാണ്. അമ്മ വഴക്ക് പറഞ്ഞാൽ തത്തിപ്പൊത്തി വന്ന് മുറിയിൽ കയറി നിലത്ത് കമിഴ്ന്നൊരു കിടപ്പുണ്ട്. ഇനി പിണക്ക് ആരോടാണ്, അല്ലെങ്കിൽ വിഷമം എന്താണ് എന്നേ അറിയാനുള്ളൂ. അമ്മ വായോ, നമുക്ക് നോക്കാം. നേർത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ എഴുന്നേറ്റതും ഗേറ്റ് കടന്ന് അബിയും മുറ്റത്തേക്ക് കയറി വന്നു.